സമ്മേളനത്തിലേക്ക് സ്നേഹവന്ദനം. ഒടുവിലത്തെന്ന് പറയരുത്. ഒരു കിളി കൂടി ചിലക്കാനുണ്ട്, ഒരു പൂ കൂടി വിരിയാനുണ്ട്, ആടുകൾക്കിനിയും ഇടയനുണ്ട്, പാപികൾക്കിനിയും വചനമുണ്ട്, അവനിനിയും അത്താഴമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ വായിച്ച ഒരു കവിതയാണിത്. ആരാ എഴുതിയെന്ന് പോലും മറന്നുപോയി. എന്നിട്ട് ആ കവിത നൽകിയ ഊർജം വളരെ കൂടുതലായിരുന്നു. വിശേഷിച്ച് ആ ഒടുവിലത്തെ വാക്ക്, അവനിനിയും അത്താഴമുണ്ട്. നമുക്കറിയാം, അവസാനത്തെ അത്താഴം എന്നൊക്കെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ തിരുവത്താഴ മേശയെ പറയുക. എന്നിട്ടും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അതായിരുന്നു അവൻ വെച്ച് വിളമ്പിയ ഒടുവിലത്തെ അത്താഴമെന്ന്? ഓരോ പ്രഭാതത്തിലും, പക്ഷേ ഈ പ്രഭാതത്തിലും നിങ്ങൾ അവൻ്റെ വിരുന്നിൽ പങ്കുചേർന്നിട്ടുണ്ട്, അവൻ്റെ ഭക്ഷണമേശയിൽ പങ്കുചേർന്നിട്ടുണ്ട്. എൻ്റെ അർത്ഥം, ഒന്നും അവസാനത്തെ അല്ല, എന്തെങ്കിലുമൊക്കെ ഇനിയും ആരംഭിക്കാനുണ്ട്. എല്ലാത്തിനും പരിഹാരമുണ്ട്. പ്രതീക്ഷയാണ് മാനവരാശിയുടെ ഊർജ്ജവും തോന്നുന്നു. അത് നിലനിർത്തുന്ന പോലും അങ്ങനെ. ഏറ്റവും നന്നായിട്ട് മനുഷ്യാവസ്ഥയെ സംഗ്രഹിച്ചിരിക്കുന്നത് പൗലോസാണ്. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായം 13-ാം വാക്ക്, അത് ഓർക്കാനും എളുപ്പമാണ്. 13 നിലയിൽ ഓർക്കാൻ എളുപ്പമാണ്. എന്താണത്? 3 കാര്യങ്ങളാണ് നിലനിൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 വിശ്വാസം, 2 പ്രത്യാശ, 3 സ്നേഹം. ഇവയിൽ തന്നെ സ്നേഹമാണ് സർവോത്കൃഷ്ടം. അത് പറഞ്ഞാണ് അധ്യായം അവസാനിക്കുക. ആരെങ്കിലുമൊക്കെ ആ അധ്യായം വായിച്ചിട്ടില്ലെങ്കിൽ ഈ രാത്രിയിലൊന്ന് തപ്പിയെടുത്ത് വായിക്കുന്ന നല്ലതാണ്. പ്രതീക്ഷ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ 2 കാര്യങ്ങൾക്കകത്തുനിന്ന് ഉണ്ടാവുന്ന ഒന്നിൻ്റെ പേരാണ് പ്രതീക്ഷ. അതിൽ തന്നെ നിലനിൽപ്പ് ഉണ്ടാവുന്നില്ല. ഈ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇടയിൽ നിന്ന് സംഭവിക്കുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്ന ഒന്നിൻ്റെ പേരാണ് പ്രതീക്ഷ. ഒരു രൂപം എടുക്കുകയാണെങ്കിൽ, മെറ്റഫർ എടുക്കുകയാണെങ്കിൽ, വിശ്വാസം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും വേരുകളാണ്. അതിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ വേരുകൾ ഇങ്ങനെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നീർപ്രവാഹങ്ങളെ തേടി അത് പിന്നെയും ദൃഢതയുള്ളതായിട്ട് മാറും. പിന്നെ അതിൻ്റെ ചില്ല, അതിൻ്റെ ശാഖ എന്നൊക്കെ പറയുന്ന സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നത് തന്നെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു പച്ചപ്പിൻ്റെ പേരാണല്ലോ. അതിനകത്തുണ്ടാവുന്ന പൂവിൻ്റെയോ പഴത്തിൻ്റെയോ ഒക്കെ പേരാണ് പ്രതീക്ഷ. ഇതില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ ജീവിക്കാനായിട്ട് പ്രേരകമായിട്ടൊന്നുമില്ല. നമുക്ക് തന്നെ അറിയാം, ഈ കഴിഞ്ഞ ദശകങ്ങൾ, അതിൻ്റെ അർത്ഥം ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് കടന്നുപോയൊരു കവിയുടെ കഥ, ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ കാര്യമാണ്. എന്തുമാത്രം സാധ്യത ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ഒരു കവിയേക്കാൾ കൂടുതൽ ദാർശനിക ലോകം എടുത്ത കവിയാണ്. എന്നിട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ മനുഷ്യൻ തൻ്റെ കളി മതിയാക്കി നേരത്തെ ഇതിനകത്ത് പിൻവാങ്ങിയപ്പോൾ എഴുതി വെച്ചൊരു കുറിപ്പുണ്ട്. അതിങ്ങനെ മരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഇങ്ങനെ പത്ര ഓഫീസിൽ കൊണ്ട് എത്തിച്ച കുറിപ്പാണ്. ഇത് മരണശേഷമാണ് ആ കുറിപ്പൊക്കെ പത്രങ്ങളിൽ വന്നത്. അതിങ്ങനെ അവസാനിക്കുന്ന ഇങ്ങനെയാണ്: ജീവിതത്തിന് അർത്ഥം തരുന്ന 3 കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത്. 1 സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവുക, 2 ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുക, 3 പ്രവർത്തിക്കാനായിട്ട് കർമ്മമണ്ഡലം ഉണ്ടാവുക. നിർഭാഗ്യവശാൽ ജീവിതം ഇതെനിക്ക് 3 നിഷേധിച്ചു. അതുകൊണ്ട് എൻ്റെ നിലനിൽപ്പിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ തൻ്റെ ഭരതവാക്യം കുറിക്കുക. അപ്പോൾ അതതിൻ്റെ തന്നെ ശരിയാണ്. ആശിക്കാനൊന്നുമില്ലാത്തവർക്ക് ജീവിക്കാനായിട്ട് എന്താ പ്രേരണയുള്ളത്? ഖലീൽ ജിബ്രാൻ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഖലീൽ ജിബ്രാൻ മരണശേഷം ഇപ്പോൾ 50 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ചെറിയ കഥ ഒന്ന് ഓർത്തെടുക്കുക. നന്നായിട്ട് കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് മനുഷ്യൻ. ഒരധികം വർഷങ്ങളായിട്ട് അയാൾ തൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഓരോ നിമിഷവും ഇവർക്ക് വേണ്ടി ഇങ്ങനെ ഉറുമ്പുകൾ ധാന്യമണി ശേഖരിച്ച് വെക്കുന്നതാണ്. ഓരോന്ന് ശേഖരിച്ച് വെച്ചിട്ട് ഒടുവിൽ തൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ശുഭപ്രതീക്ഷയൊക്കെ ആയിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു നദിയുണ്ട്, ഒരു കടത്ത് വഞ്ചി. അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്ന നദിയായത്, അപ്രതീക്ഷ ചുഴികളുള്ള നദിയായത്. കടത്തുകാരൻ നദി ഇയാളൊന്ന് ചെറുതായിട്ട് വാൺ ചെയ്തു. അയാൾ പറഞ്ഞു, നിനക്ക് നീന്തൽ അറിയാവോ? അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ നീന്തിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ആപത്ത് വന്നാൽ എന്ത് ചെയ്യും എനിക്കറിയില്ല. അറാൻ പറ്റിയത് കണക്ക് തന്നെ ഇതാ ചുഴിപ്പെട്ട് ആ ചെറുവഞ്ചി മുങ്ങി ഇങ്ങനെ കരയിലേക്ക് നീന്തി പോകുമ്പോൾ കടത്തുകാരൻ ഓർത്ത് വ്യാകുലപ്പെട്ടത് ഈ മനുഷ്യനെക്കുറിച്ച്. ഇതുമാത്രം കിനാക്കളും ഒക്കെ ആയിട്ട് തൻ്റെ വീടണയാൻ വേണ്ടി കൊതിച്ച ഈ മനുഷ്യൻ, അയാൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടാകും? പക്ഷെ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അയാളെ അമർഷപ്പെടുത്തിക്കൊണ്ട് പോലും ഇയാൾ നീന്തി എത്തുമ്പോൾ കാണാം കരയിൽ ഈ നീന്തൽ അറിയുന്നില്ലെന്ന് പറയുന്ന മനുഷ്യൻ കയറി നിൽപ്പുണ്ട്. നനഞ്ഞൊലിച്ചു ഒക്കെ. അയാൾ പറഞ്ഞു, നമ്മൾ മുതിർന്നവർ എന്തിനെ കള്ളം പറയുന്നു? ഏതാനും നിമിഷാർത്ഥങ്ങൾക്ക് മുമ്പിലാണ്, സെക്കൻഡ്സുകൾക്ക് മുമ്പിലാണ് ഞാൻ നിന്നടുത്ത് ചോദിച്ചത്, നിനക്ക് നീന്തൽ അറിയാവോ? നീ പറഞ്ഞു, നിനക്ക് നീന്തൽ അറിയില്ല എന്ന്. ഇപ്പോഴാവട്ടെ നീ എന്നെക്കാൾ നേരത്തെ നന്നായിട്ട് അങ്ങോട്ട് നീന്തി കരയിലെത്തി. മനുഷ്യൻ ഇങ്ങനെ അതിബുദ്ധി കാണിക്കാൻ പാടില്ല. ഇയാൾ പറഞ്ഞു, ചങ്ങാതി, നിങ്ങളെന്നെ വിശ്വസിച്ചേ പറ്റൂ, എനിക്ക് നീന്തൽ അറിയാൻ പാടില്ല. ഞാനിങ്ങനെ മുങ്ങിത്തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഞാൻ ഓർമ്മിച്ചു, ദൈവമേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത്രയും ദീർഘമായ കാലം ഞാൻ പണിയെടുത്തുണ്ടാക്കിയ ചെറു സമ്പാദ്യങ്ങൾ ഒക്കെ ഈ പൊക്കണത്തിനകത്തുണ്ട്, ഈ എന്നോടൊപ്പം മുങ്ങാൻ പോകുന്ന ഈ പാഠത്തിനകത്തുണ്ട്. പെട്ടെന്ന് എൻ്റെ ചുമലിൽ ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു വിശ്വാസവും എന്നിൽ അവരർപ്പിച്ചിരിക്കുന്ന സ്നേഹമൊക്കെയാണ്. ഞാൻ മുങ്ങുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരോടൊപ്പം അവരുടെ സ്വപ്നങ്ങളും ഞങ്ങളുടെ എല്ലാവരും സ്വപ്നങ്ങളും മുങ്ങുക എന്നുള്ള. ആ സെക്കൻഡിൽ
നിങ്ങൾക്കറിയാമോ, എവിടെ നിന്നും എൻ്റെ കൈക്ക് വല്ലാത്തൊരു ശക്തി കിട്ടി. എന്നിട്ട് ഒരു കരം അടച്ച് മറുകരം അടിച്ച് ഞാനിങ്ങനെ എങ്ങനെയൊക്കെ പതച്ച് ഈ തീരത്തെത്തി. എന്നെ ഒരിക്കൽ കൂടി നിങ്ങൾ ഈ ഭാണ്ഡമില്ലാതെ ഒന്നീ പുഴയിലേക്ക് ഇട്ട് നോക്കുക. ഈയക്കെട്ട താഴ്ന്നൊക്കെ ഞാൻ താണു പോകും. നീന്തൽ അറിയില്ലെന്ന് കരുതിയ മനുഷ്യര്, എങ്ങുമെത്തില്ലെന്ന് കരുതിയ മനുഷ്യര്, വിജയിക്കാൻ പാടില്ലെന്ന് കരുതിയ മനുഷ്യര്, പരാജയപ്പെട്ട് ഇങ്ങനെ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന കരുതിയ മനുഷ്യരൊന്നും അങ്ങനെയല്ല എത്തിയിരിക്കുന്നത്. കാരണം എന്തിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്ന ഊർജ്ജത്തിൽ അവരുടെ ദുർബലമായ കരങ്ങൾക്ക് എന്തുമാത്രം ശക്തിയാണ് കിട്ടുന്നത്. ഇപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്ന ഒന്നിനകത്താണ് മാനവരാശിയുടെ നിലനിൽപ്പെന്ന് തോന്നുന്നു. അതില്ലെങ്കിൽ എന്താ? അതില്ലെങ്കിൽ വേദപുസ്തകം പോലും എന്താ? വേദപുസ്തകത്തിനകത്തുനിന്ന് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം മൈനസ് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? ഒന്നുമില്ല. ഓരോ അധ്യായത്തിനകത്തും നമുക്കറിയാം കഠിനമായ ദുരന്തങ്ങളുണ്ട്, തലകുനിച്ച് നിൽക്കേണ്ട വിധത്തിലുള്ള ഭാവഭാരമുള്ള കഥാപാത്രങ്ങളുണ്ട്, ലജ്ജിതമാക്കപ്പെട്ട നിമിഷങ്ങളുണ്ട്, തോറ്റു തുന്നമ്പാടിയ കഥകളുണ്ട്, തകർന്ന ദേവാലയമുണ്ട്, പ്രവാസികളായ കാലമുണ്ട്, ബാബിലോൺ നദിക്കരയിലേക്ക് ഇരുന്ന് കരയുന്ന മനുഷ്യരുടെ കഥകളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. എന്നിട്ടും ഓരോ അധ്യായത്തിനകത്തും ഇങ്ങനെ ഒരു അന്തർധാരയായിട്ട് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ വേദപുസ്തകം. കാരണം മനുഷ്യനോട് പ്രതീക്ഷ പറയുന്ന ഒരാളുടെ പേരാ ദൈവം എന്ന് പറയുന്നത്. അതിങ്ങനെ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ ഈ കാര്യങ്ങളുണ്ട്. ഉൽപ്പത്തി നമുക്കറിയാം, കഠിനമായ നിരാശയിൽ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ലോകത്തെ ആദ്യത്തെ അപരാധം സംഭവിക്കുകയാണ്. ഒരാളുടെ പർദീസയിൽ നിന്ന് അയാൾ പുറന്തള്ളപ്പെടാൻ പോവുകയാണ്. എന്നിട്ടും ആ പർദീസ പുറന്തള്ളപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ പർദീസ വീണ്ടെടുക്കുന്നവനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുടെ വിത്തിട്ടുകൊണ്ടാണ് ആ ഒരു ആദത്തിൻ്റെയും ഹവയുടെയും ഒക്കെ കഥ, ആ പർദീസയുള്ള കഥ ഇങ്ങനെ അവസാനിക്കാൻ പോവുക. അപ്പോൾ ആ ദൈവം പാമ്പിനോട് പറഞ്ഞു, നിനക്കും സ്ത്രീയുടെ പുത്രനുമെതിരായിട്ട് ഞാനിങ്ങനെ വലിയ ശത്രുത ഉണ്ടാക്കും. ഒരു ദിവസം അവൻ നിന്റെ പത്തി തകർക്കും. അപ്പം അത് വലിയ പ്രതീക്ഷയാണ്. ഒരു ദിവസം മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന, മനുഷ്യൻ്റെ ജീവിതത്തെ തകർക്കുന്ന, അവൻ്റെ നൈർമല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പർദീസയിൽ നിന്ന് പുറന്തള്ളുന്ന ആ എല്ലാ തിന്മകളുടെ പത്തികൾക്ക് മീതെയും ആരോ ഒരാൾ ചവിട്ടാൻ പോവുക. അയാളുടെ പേരാ മിശിഹ. എല്ലാ തിന്മകളിൽ നിന്നും എനിക്ക് വിടുതൽ തരുന്നവൻ, എല്ലാ അധർമ്മങ്ങളുടെയും പത്തി തകർക്കുന്നവൻ. അങ്ങനെ കൃത്യമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഈ മിശിഹായിലേക്ക് പ്രതീക്ഷ വീഴുക. അങ്ങനെയെങ്കിൽ ആ മുഴുവൻ പുസ്തകം എന്ന് പറയുന്ന ബുക്ക് ഓഫ് ഹോപ്പ, പ്രതീക്ഷയുടെ പുസ്തകം. എല്ലാ അധ്യായങ്ങളും അതുണ്ട്. ഇതാ നോഹയുടെ പേടത്തിൻ്റെ കഥ എടുക്കുക, എല്ലാം നശിച്ചുകൊണ്ടിരിക്കുക, കൊടിയ പ്രളയം, ഒന്നും അവശേഷിക്കാൻ പാടില്ല. എന്നിട്ടും ഒരു പേടത്തിനുള്ളവരൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം ദൈവം തന്നെ വല്ലാതെ മനസ്താപത്തോട് പറയുകയാണ്, ഇനി ഞാൻ പ്രളയം അയച്ച് ഭൂമി നശിപ്പിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്നിട്ട് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കിയ ആ ഉടമ്പടി ദൈവം ചക്രവാളത്തിൽ എഴുതി വെക്കുന്നത്. എന്താണ് ആ ഉടമ്പടി? മഴവില്ല. എനിക്കൊന്ന് മഴവില്ലിനെ കുറിച്ച് ഇത്രയും മനോഹരമായ കഥ ലോകത്തൊരിടത്തുനിന്നും ഒരു സാഹിത്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ദൈവം മാനവരാശിയോട് ചെയ്ത ഒപ്പിൻ്റെ പേര്, ഉടമ്പടിയുടെ പേര്, ആകാശ ചാലിച്ച വർണ്ണങ്ങൾ കൊണ്ട കയ്യൊപ്പിൻ്റെയൊക്കെ പേരാണ് മഴവില്ലെന്നൊക്കെ പറയുന്നത്. എന്ത് രസകരമാകുന്ന, വിശേഷം കടലോരത്തു നിന്നുള്ള ഒരാളെന്ന നിലയിൽ ചെറിയ പ്രായങ്ങളിലൊക്കെ ഞങ്ങൾ കുട്ടികളുടെ കൗതുകം ഇതായിരുന്നു. മഴ കഴിയുമ്പോഴേക്ക് ഇത്തിരി ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഈ തുറസായ ഇടങ്ങളിൽ ആ മഴത്തുള്ളിൽ, അന്തരീക്ഷ മഴത്തുള്ളിൽ ഉണ്ടാവാം, അതിനകത്തേക്ക് പ്രകാശരശ്മികൾ വന്നിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ 7 വർണ്ണങ്ങൾ ഇങ്ങനെ ചാലിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും നല്ലൊരു വിനോദസഞ്ചാരത്തിൻ്റെ ഇടമെന്ന് പറയുന്നത് ഈ മഴവിൽ കൃത്യമായിട്ട് കാണാവുന്ന ഒരു ദ്വീപാണെന്നൊക്കെ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു. ഇപ്പോൾ മഴവിൽ വലിയൊരു ഇടയാളോ, ആകാശത്തിൻ്റെ വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ ചങ്കിലേക്ക് വരുന്ന ഒരു അനുഭവത്തിൻ്റെ പേരാണ് മഴവിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മഴവിലിൻ്റെ വർണ്ണങ്ങൾ തെളിയുന്ന ഒരു അധ്യായത്തിലാണ് ഈ പറയുന്ന പ്രളയത്തിൻ്റെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം കൊടിയ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴും, കൊടിയ ദുരന്തങ്ങളിലേക്ക് പോകുമ്പോഴും എന്തോ ഒന്ന് ഇനിയും പ്രതീക്ഷിക്കാനുണ്ട്, എന്തോ ഒന്നിനെ ആശിക്കാനുണ്ട്. അല്ലെങ്കിൽ അബ്രഹാത്തോട് ദൈവം പറയുകയാണ്, കൂടാരത്തിൽ വസിച്ച് അലഞ്ഞടക്കണം. അയാളെ തന്നെ വിളിക്കുന്ന വാക്കിന് അലയുന്നു എന്ന വാക്ക്. അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തുടർച്ച പോലും ഇല്ല. ഒരു കുഞ്ഞില്ലാതെയൊക്കെ കടന്നു പോകുന്നതിൻ്റെ സങ്കടമൊക്കെ അയാൾ പലയിടങ്ങളിലും നന്നായിട്ട് പറയുന്നുണ്ട്, ഭാരത്തോട് പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ള അബ്രഹാത്തോട് ദൈവം പറയുകയാണ്, കൂടാരത്തിന് വെളിയിൽ വാ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്. ആകാശത്തിൽ നക്ഷത്രങ്ങളെക്കാൾ പ്രതീക്ഷയായിരുന്ന എന്ത് ബിംബമുണ്ട് ഈ ഭൂമിയിൽ? വിശേഷിച്ചും ഈ കൊടിയ ഇരുട്ടിൻ്റെയൊക്കെ കാലത്തിൽ ഒരു നക്ഷത്രം മതി. ഒറ്റ നക്ഷത്രം കണ്ടാൽ മതിയൊക്കെ മനുഷ്യൻ എന്തുമാത്രം ജീവിക്കാനായിട്ട് പറ്റും. ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു രാജാവ് ഒരിക്കൽ ഒരാളെ ശിക്ഷിക്കുന്ന അങ്ങനെ, അയാളിങ്ങനെ കഴുത്തോളം വെള്ളത്തിലുള്ള ഇങ്ങനെ ഉറഞ്ഞു പോകുന്ന മഞ്ഞ് ഉള്ള ആ ഒരു തടാകത്തിലേക്ക് രാത്രി മുഴുവൻ ഇടാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് പിറ്റേന്ന് ഈ മനുഷ്യൻ തണുത്തുറഞ്ഞ് മരിച്ചു പോകും. അത്രയും കൊടിയ തണുപ്പുള്ള ഒരു തടാകം അത്. എന്നിട്ടും പിറ്റേന്ന് രാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ ജീവനോട് തന്നെ നിൽക്കുക. അയാൾക്ക് മരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് ഈ രാത്രിയിലെ ശിക്ഷ പറഞ്ഞിട്ടുള്ള അയാൾക്ക് അയാളുടെ ജീവൻ തിരികെ കിട്ടി. അപ്പോൾ രാജാവ് അയാൾ ചോദിക്കുന്നുണ്ട്, ഈ കൊടിയ തണുപ്പിനെ നീ എങ്ങനെ പ്രതിരോധിച്ചു? നിനക്ക് എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ പറ്റി? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഇങ്ങനെ കഴുത്തോളം വെള്ളത്തിൽ ഈ തണുത്തുറയുന്ന ആ ഒരു തടാകത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു, ദൂരെ ആ കൊട്ടാരത്തിൻ്റെ ഒരു ജാലകത്തിൽ ആരോ തെളിച്ചു വെച്ചിരിക്കുന്ന ഒരേ ഒരു വിളക്ക്, ഒരൊറ്റ ചെരാത്, ആ ഒരൊറ്റ
വിളക്കിനെ നോക്കി 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 ഞാൻ എൻ്റെ തണുപ്പിനെയും ദുരന്തത്തെയും ഒക്കെ അതിജീവിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ വാനിലൊരു നക്ഷത്രം ഉണ്ടെങ്കിൽ ഒരു ഒറ്റ വിളക്കുകൊണ്ടൊക്കെ അതിജീവിക്കാവുന്ന ചില ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടെന്നതിനൊക്കെ ഓർമ്മപ്പെടുത്തലായിരിക്കണം അബ്രാഹത്തെ ദൈവം കാണിച്ച ഈ പറയുന്ന നക്ഷത്രങ്ങളുടെ കഥ. അങ്ങനെ ഒന്നോർത്ത് കഴിഞ്ഞെന്നാൽ എല്ലാവരുടെ കൂടെ ഈ പ്രതീക്ഷ കഥകൾ പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് വേദപുസ്തകം. സുവിശേഷം എന്ന് പറയുമ്പോൾ ആ വാക്കിനകത്ത് തന്നെ കിടപ്പുണ്ട്. അത് വെറുതെ നല്ല വിശേഷം പറഞ്ഞു തരുന്ന പുസ്തകത്തിൻ്റെ പേരാണ്. നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനും പരിഹാരമുണ്ടെന്ന് പറയുന്നതാണ് നല്ല വിശേഷം എന്ന് പറയുന്നത്. പാപത്തിന് പരിഹാരമുണ്ട്, തകർച്ചയ്ക്ക് പരിഹാരമുണ്ട്, ലജ്ജയ്ക്ക് പരിഹാരമുണ്ട്, ദുരന്തങ്ങൾക്ക് പരിഹാരമുണ്ട്, ഇടർച്ചയ്ക്ക് പരിഹാരമുണ്ട് എന്നൊക്കെ പറയുന്നത്. എന്തിനാ? മരണത്തിന് പോലും പരിഹാരമുണ്ടെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേരാ സുവിശേഷം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ മരണത്തിന് എന്താ പരിഹാരമുള്ളത്? ബൈസൈക്കിൾ തീഫ് എന്ന് പറയുന്ന ആ ഒരു പ്രശസ്തമായ ചിത്രത്തിനകത്ത് അങ്ങനെ കൊടിയ ദാരിദ്ര്യത്തിൻ്റെ കാലമോ, അച്ഛന് ഒരു ഗൃഹനാഥന് ഒരു പണിയില്ല, അയാൾക്കൊരു പണി കിട്ടാന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഈ പണി നിനക്ക് തരാം, പക്ഷേ അത് നിനക്കൊരു സൈക്കിൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ സൈക്കിൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇയാൾ സൈക്കിൾ സമ്പാദിച്ചിട്ട് ഈ തൊഴിലിൽ ഏർപ്പെടുന്ന അന്ന് തന്നെ ഇയാൾ സൈക്കിൾ ആരാ മോഷ്ടിച്ചുകൊണ്ട് പോയി. പിന്നെ ആ സൈക്കിൾ മോഷ്ടിച്ച ആൾ പിന്തുടർന്ന് ഒരു കണ്ടെത്തി കഴിയുമ്പോഴേക്കും അയാൾ എന്തൊക്കെ ആരവങ്ങൾ മുഴക്കി ബഹളമൊക്കെ മുഴക്കി അയാൾ വളരെ കൂളായിട്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പോൾ ഈ മനുഷ്യനൊന്നുമില്ല, കുടുംബം ഇങ്ങനെ കൊടിയ ദാരിദ്ര്യത്തിൽ നിൽക്കുക. പിന്നെ ആദ്യം അവസാനമായിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? ഇതിനോട് സൈക്കിൾ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാവട്ടെ ആ നാട്ടുകാർ ഇയാളെ പിടികൂടി ഇയാളെ വല്ലാതെ അങ്ങോട്ട് മറിച്ച് അവശനാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലജ്ജാഭാരം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഒക്കെ ഇങ്ങനെ തല കുനിഞ്ഞു പോയ ഈ മനുഷ്യൻ അയാളുടെ മകനോട് പറയുന്നുണ്ട്, മകനെ എല്ലാത്തിനും പരിഹാരമുണ്ട്, മരണത്തിനൊഴികെ. അതിങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ താൻ തയ്യാറല്ലെന്ന് കാണിക്കാനുള്ളൊരു നല്ലൊരു വാക്കാത്. എല്ലാത്തിനും പരിഹാരമുണ്ട്, മരണത്തിനൊഴികെ. പക്ഷേ കുറച്ചുകൂടി വേറെ പ്ലെയിനിലുണ്ട്. നിശ്ചയമായിട്ട് ഈ പറഞ്ഞ കഥയുടെ ഇതിനകത്ത് നല്ല വേറെ പ്ലെയിൻ നോക്കി കഴിഞ്ഞാൽ മരണത്തിന് പോലും പരിഹാരമുണ്ടെന്ന് പറയുന്ന പുസ്തകമാണ് വേദം എന്ന് പറയുന്നത്. കാരണം മരിച്ചോടുകൂടി അവൻ്റെ കഥയൊക്കെ തീർന്നെന്ന് പറഞ്ഞാണല്ലോ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ അവനിൽ ഒത്തിരി വിശ്വാസം അർപ്പിച്ചിരുന്നു, പക്ഷേ അവൻ മരിച്ചുപോയി, ഇനി ഞങ്ങൾ എന്നാ ചെയ്യും? അപ്പോൾ മരണത്തിന് പോലും അപ്പുറത്തേക്ക് നീളുന്ന ചില പരിഹാരങ്ങളുണ്ടെന്നുള്ള സൂചനകൾ അവസാനിക്കുന്ന പുസ്തകത്തെ വിളിക്കേണ്ട വാക്ക് സുവിശേഷം എന്ന് തന്നെയാണ്. കാരണം പൗലോസ് പറയുന്ന കണക്ക് നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഉദ്ധിതനായ ക്രിസ്തുവിൽ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്ന ഒന്നാണ്. അവനാണ് നിങ്ങളുടെ ന്യൂക്ലിയസ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനും ഇത് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുമെന്നുള്ള നിശ്ചയമായിട്ട് ചില സൂചനകൾ ധാരണകളൊക്കെ ബലപ്പെടുത്തുന്ന പുസ്തകമാണ് സുവിശേഷം. പിന്നെ നാച്ചുറലി എന്ത് ചെയ്യുന്നുണ്ട്? വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ വല്ലാത്ത പ്രതീക്ഷ തരുന്ന പുസ്തകം. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്? കണ്ണീരുണ്ടാവില്ല, അവിടെ വിലാപം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെടുത്ത് പറയുന്നു അവിടെ കടലുണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നു. മുക്കുവനായൊരു മനുഷ്യൻ വെളിപാട് കാണുമ്പോൾ അയാളുടെ ജീവിതം എന്ന് പറയുന്നത് കടലുമായിട്ട് ബന്ധപ്പെട്ടത്. അയാൾ പറയുന്നു സ്വർഗീയ ജലസ്ഥലം കടലുണ്ടാവില്ല. എന്താ അതിൻ്റെ അർത്ഥം? കടലെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ശുദ്ധമായ ജലാശയത്തിൻ്റെ പേരാ കടലെന്ന് പറയുക. വെള്ളമുണ്ട്, പക്ഷെ ആ സ്വർഗീയ ജെറുസലേമിൽ ഇങ്ങനെ ഒരു പ്രക്ഷുബ്ധതയില്ല, ഓളങ്ങളില്ല. ഓളങ്ങളില്ലാത്ത അവസ്ഥയുടെ പേരാണ് ഈ കടലില്ലാത്ത അവസ്ഥ. അല്ല, ജലമില്ലെന്നല്ല പറയുന്നത്. പിന്നെ ഞാനൊരു പുതിയ ഭൂമിയും പുതിയ ആകാശവും കൊണ്ട് അങ്ങനെയൊക്കെയാണ് അത് അവസാനിക്കുന്നത്. ഇത് നല്ലതാണ്. ഒരു വേദപുസ്തകം ഇങ്ങനെ വായിച്ച് നമ്മളിങ്ങനെ കണ്ണുപൂട്ടിയിരിക്കുമ്പോഴേക്കും ഉള്ളിലേക്ക് ചിന്ത വരികയാണ്, ഇനി പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും കാലമാണ്. എവിടെ വെച്ചാണ് ഈ മനുഷ്യൻ എഴുതുന്നൂടെ ആലോചിക്കണം. പാത്മോസ് പറഞ്ഞ രീതിനകത്ത് ആ ഏജിയൻ ആ ഒരു കടലോരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ദ്വീപുകളാണ് ഈ പാത്മോസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ പാത്മോസ് പറഞ്ഞ ദ്വീപ് എന്ന് പറയുന്നത് ഇങ്ങനെ കരിങ്കൽ കോറികളുടെ നാടാണ്. അതിങ്ങനെ അക്കാലത്ത് നടന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പാറ പൊട്ടിച്ചുകൊണ്ടിരുന്നത് ഇതിനകത്തുനിന്നാണ്, ഈ പറയുന്ന ദ്വീപിനകത്തുനിന്നാണ്. എന്നിട്ട് അതേ ദ്വീപിനകത്ത് ഈ വാർദ്ധക്യത്തിൽ ക്ലേശകരമായ തടവുകാലത്തിന് വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ പേരാണ് യോഹന്നാൻ. വാർദ്ധക്യത്തിൽ അയാൾ പാറ പൊട്ടിക്കുകയായിരുന്നു. എന്നിട്ടും ആ പാറ പൊട്ടിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഒന്ന് കണ്ണുപൂട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഇതിനേക്കാൾ പ്രതീക്ഷ തരുന്ന എന്തുണ്ട് ഭൂമിയിൽ? അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകം എന്ന് വിളിക്കുക. പ്രതീക്ഷ തരുന്നവൻ്റെ പേരാണ് ദൈവം. അല്ലെങ്കിൽ ദൈവം ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് പ്രതീക്ഷയില്ലാതെ മറ്റെന്തുണ്ട്? ദൈവമായിട്ട് ബന്ധപ്പെട്ടവർ പ്രതീക്ഷിക്കാതിരിക്കാനായിട്ട് ഒരു കാരണവും ഇല്ലെന്ന് തന്നെ. വല്ലാതെ ഒരു പെസിമിസവും സിനിസിസവും ഒക്കെ വളർന്ന കാലത്തിനകത്ത് വിശ്വാസികൾ നമ്മൾ കരുതുന്ന മനുഷ്യർ പോലും ഇങ്ങനെ വല്ലാതെ എല്ലാത്തിനകത്തും ദോഷകൃത്തുക്കളാവുന്നുണ്ട്. പലപ്പോഴും കാര്യങ്ങൾ ശുഭകരമാവില്ലെന്നൊക്കെ പറഞ്ഞ് നെടുവേർപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഇങ്ങനെ പെസിമിസ്റ്റ് ആകാനായിട്ട് അവകാശമില്ല. ക്രിസ്തീയമായ ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താ? ഈ ക്രിസ്ത്യൻ ഹോപ്പ്. നമുക്കറിയാം, ക്രിസ്തു എന്ന് പറയുന്നത് ഇങ്ങനെ പ്രതീക്ഷയുടെ ഒരു പര്യായമാണ്. ഇത്രയും മാനവരാശിക്ക് പ്രതീക്ഷ നൽകിയിട്ടുള്ള മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ദേവാലയത്തിൽ ചുരുളുകൾ വായിച്ചുകൊണ്ട്, അന്ധന് കാഴ്ചയുണ്ട്, ബദിരന് സംഗീതമുണ്ട്, മുടന്തന് നൃത്തമുണ്ട്, വിശക്കുന്നതിന് അപ്പമുണ്ട്, തടവലിൽപ്പെട്ടതിന് മോചനമുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഇന്ന് പൂർത്തിയാകാൻ പോവുകയാണ്. അപ്പോൾ മാനവരാശിയിലെ ഓരോരോ കാര്യങ്ങളിൽ പെട്ടുപോയവർക്ക് കാണാവുന്ന ഏറ്റവും നല്ല കിനാവുകളുടെ ആ സം ടോട്ടൽ ആകത്തുകയാണ് താനെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് പോലും. പിന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ഇതിങ്ങനെ വളരെ പ്രതീക്ഷ നടത്തുന്ന ഒന്നാണ്. ക്രിസ്തുവിനറിയാം ഇങ്ങനെ ഓരോ മനുഷ്യൻ്റെ ചങ്കിലും ഇങ്ങനെ പ്രതീക്ഷയുടെ കുഞ്ഞൊരു കല്ല് കിടപ്പുണ്ട്.
ഒത്തിരി ഒന്ന് ഊതിക്കഴിഞ്ഞാൽ മീതെയുള്ള ചാരം പറന്നു പോയിട്ട് ആ തീനാളം ആളിക്കത്തും. അങ്ങനെ ആ ദരിദ്രരായ മനുഷ്യരുടെ ആ നിലനിൽപ്പിനെ അവിടെ നിന്ന് അർത്ഥപൂർണ്ണമാക്കി. പ്രതീക്ഷ നിലനിർത്താന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ സൗന്ദര്യം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നു. ഒരു മോശപ്പെട്ട പാപം എന്ന് പറയുന്നത് ഈ പെറുവിറുക്കുക എന്ന് പറഞ്ഞ പാപം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ പുറപ്പാടിന്റെ പുസ്തകത്തിലൊക്കെ ഈ പെറുവിറുക്കുക എന്ന് പറഞ്ഞൊരു പാപമാണ് മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന പാപം. താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് വല്ലാത്ത അതൃപ്തിയുണ്ട് മനുഷ്യർക്ക്. എന്നാൽ ക്രിസ്തു ആവട്ടെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണാൻ കഴിഞ്ഞ കണ്ണുകൾ എത്ര അനുഗ്രഹീതം, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ കഴിഞ്ഞ കാതുകൾ എത്ര അനുഗ്രഹീതം. അനുദിന ജീവിതത്തിന്റെ അഴക് ലാവണ്യം അവിടുന്ന് എൻ്റെ ചുറ്റുമുള്ള ഭൂമിയെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദൈവരാജ് നിങ്ങളുടെ ഇടയല. വലിയൊരു വളരെ റിച്ചായൊരു വിചാരം. ഇത്രയും കാലം ദൈവരാജ് എന്നൊക്കെ പറയുന്ന മനുഷ്യരുടെ സങ്കല്പങ്ങൾ എവിടെയുള്ള കാര്യമായിരുന്നു, ഭാവനയുള്ള കാര്യമായിരുന്നു. തങ്ങളുടെ ഈ ഒരു വാഴ്വിലോ തങ്ങളുടെ ഈ ഒരു കോണ്ടസ്റ്റിലൊക്കെ ഒരിക്കലും തങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ക്രിസ്തു പറയുകയാണ് നിങ്ങളുടെ ഇടയല. ഇങ്ങനെ എന്തുമാത്രം മനുഷ്യന്റെ ജീവിതത്തെ പ്രതീക്ഷ കൊണ്ട് അഴകുള്ളതാക്കി മാറ്റാനാകുമോ അത്രയും ക്രിസ്തു അഴകിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ, കാരണം വിത്തെന്നൊക്കെ പറയുന്ന പ്രതീകമാണ്. വിത്തെന്നൊക്കെ പറയുന്ന ഇങ്ങനെ സുഷുപ്തിയിലുള്ള സുഹൃത്തിന്റെ പേരാണ് വിത്ത്. ഒരു വിത്ത് സുഷുപ്തിയിലായിരിക്കും, ഡോർമെന്റ് ആയിരിക്കാം, പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ അതിന് മുള പൊട്ടും. വിത്തിന് നനവുള്ള ഒരിടത്ത് വീണ് കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് മുള പൊട്ടാതിരിക്കാൻ തരമില്ല. ചിലിയിലൊക്കെ തന്നെ അറ്റക്കാമ എന്നൊക്കെ പറഞ്ഞൊരു മരുഭൂമിയുണ്ട്. കുറേ വർഷമായിട്ട് അവിടെ മഴ പെയ്തിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ നോക്കത്താ ദൂരത്തിൽ മണൽപ്പരപ്പുകൾ മാത്രമാണ് ഉള്ളത്. ഒരു ദിവസം അവിടെ മഴ പെയ്തതിന് ശേഷം പിന്നെ ഇത് വലിയൊരു വിസ്മയമായിട്ട് മാറി. ഇങ്ങനെ ഭൂമി നിറയും മാറ്, ഈ മണ്ണലും മറയും മാറ്, നിറയെ പൂക്കളാണ്. ഒരു മരുഭൂമി പൂപ്പാടമായി മാറുന്ന പ്രക്രിയ എന്ന് പറയുന്നത് സാധ്യമാണെന്ന് അവിടുന്ന് ഭൂമിയെ പഠിപ്പിച്ചു. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ വിത്തുകൾക്ക് മുള പൊട്ടാം, ഇത്തിരി നനവുണ്ടായാൽ മാത്രം മതി. അങ്ങനെ ഉടനീളം പ്രതീക്ഷയെക്കുറിച്ച് പറയുകയും ഒടുവിൽ ആ തീരെ പ്രതീക്ഷയില്ലാത്ത സാഹചര്യങ്ങൾ അവിടുന്ന് മരിച്ചു പോവുകയും ഒക്കെ ചെയ്തപ്പോൾ എല്ലാം തീർന്ന് മനുഷ്യൻ കരുതുമ്പോൾ ഉത്ഥാനത്തിന്റെ മൂന്നാം ദിവസം പറഞ്ഞ പ്രതീകം പോലും പുതിയ നിയമത്തിന്റെ പ്രതീക്ഷയുടെ വാക്ക്. മുമ്പൊരിക്കലും നമ്മൾ അതിനെക്കുറിച്ചൊരു വിചാരം ചെയ്തിട്ടുണ്ട്. തേർഡ് ഡേ എന്ന് പറയുന്നത് എന്താ? തേർഡ് ഡേ എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യന്റെ പ്രതീക്ഷ തീരുന്ന സമയത്തിന്റെ പേരാ തേർഡ് ഡേ എന്ന് പറയുന്നത്. മനുഷ്യൻ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. യഹൂദർ വിചാരിച്ചിരുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളോടൊപ്പം അയാളുടെ ആത്മാവ് 3 ദിവസത്തേക്ക് ഉണ്ടാവും. 3 ദിവസത്തിന് ശേഷം പിന്നീട് പതുക്കെ ഇങ്ങനെ ശരീരം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങും, ജീർണിച്ചു തുടങ്ങും. പിന്നെ അയാൾ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. എന്നിട്ട് ആ പ്രതീക്ഷയില്ലാത്ത ഇടത്തുനിന്നാണ് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒക്കെ സൂചനയാണ് മൂന്നാം പക്കം. എന്തുമാത്രം ആ മൂന്നാം പക്ക സൂചനകളാണ് പുതിയ നിയമത്തിൽ കിടക്കുന്നത്. 3-ാം ദിവസം കുട്ടിയെ കിട്ടുന്നു, 3-ാം ദിവസം കാനായിൽ ഒരു കല്യാണം നടന്നു, ഈ ദേവാലയം തീർച്ചയായിരുന്നു 3-ാം നാൾ ഉദ്ധരിക്കാം. ഇങ്ങനെ നിറയെ 3-ാം പക്കങ്ങളുണ്ട്, ഒക്കെ പ്രതീക്ഷ. അപ്പോൾ വലിയ ആ പ്രതീക്ഷയുടെ പുസ്തകത്തിന്റെ പേരാണ് ഈ സുവിശേഷം എന്ന് ബൈബിളിൽ നിന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആ ഒരു ഹോപ്പിന് 2 തലമുണ്ട്. അതിങ്ങനെ മനുഷ്യനിൽ അമിതമായിട്ട് പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക എന്നുള്ള ഇതിന് ഏറ്റവുമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ അതാണ് എൻ്റെ ശരി. വളരെ കൃത്യമായിട്ട് സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രിൻസ് ഓഫ് എർത്ത് ഡോണ്ട് പുട്ട് യുവർ ഹോപ്പ്. ഈ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യ പ്രഭുക്കന്മാരിൽ നിങ്ങൾ പ്രതീക്ഷ എടുത്തെന്നാണ് പറയുക. അതിങ്ങനെ ഈ നിങ്ങളുടെ വ്യാപാരത്തിൽ വലിയ പ്രഭുക്കന്മാരാണ്. എല്ലാ കാലം കൊണ്ടായാലും ബിസിനസ് മാഗ്നറ്റ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആത്മീയതയിൽ തന്നെ ചില കാലങ്ങളിൽ നമ്മൾ ഗുരുക്കന്മാരായിട്ട് എണ്ണുന്ന മനുഷ്യർ ഒക്കെ ചില ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതിനകത്ത് തർക്കമൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും അത്രയും ധർമ്മം ഉള്ളെന്ന് മാത്രം ഓർത്താൽ മതി. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ രാഷ്ട്രങ്ങളിലൊക്കെ പ്രഭുക്കന്മാർ തങ്ങളുടെ രാഷ്ട്ര നേതാക്കന്മാരെയൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്ന എന്തുമാത്രം ജനാവലികൾ ഈ ഭൂമിയിലുണ്ട്. മരിച്ചുപോയവരൊക്കെ ശരീരം ഇങ്ങനെ വാക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പരട്ടി അത് ഇങ്ങനെ അഴുകാൻ പോലും അനുവദിക്കാത്ത വിധത്തിലൊക്കെ സൂക്ഷിക്കുന്ന കൊമറേഡുകളുള്ള നാടുകളാണ് വിശ്വാസത്തിൽ. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മനുഷ്യരുള്ള വിശ്വാസത്തിന്റെ അടയാളമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ മനുഷ്യന്റെ കാഴ്ചക്ക് പരിമിതിയുണ്ട്. ചില കാലങ്ങളിൽ ശരിയെന്ന് തോന്നുന്നൊരു കാര്യങ്ങൾ ഈ വലിയ ഭൂമിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അത്ര ശരിയാവണമെന്നില്ല. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ബൈബിള് പറയുന്നത് ഈ മനുഷ്യനിലുള്ള നിങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ കാര്യമായിട്ട് വെക്കരുതെന്നാണ് പറയുക. ഒരു 118:8 എന്നൊക്കെ പറയുന്നതാണ് വേദപുസ്തകത്തിന് നടുവിലത്തെ വചനമൊക്കെ കരുതപ്പെടുന്നുണ്ട്. എന്താണത്? എൻ്റെ സഹായം മനുഷ്യരിൽ നിന്നല്ല. അപ്പോൾ ഇങ്ങനെ മനുഷ്യർ അധികമായിട്ട് പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും മാറ്റമില്ലാത്ത ഒരാളുടെ പേരുണ്ട് ദൈവം. അവനിൽ പ്രതീക്ഷ അർപ്പിക്കാനാണ് പറയുക. അപ്പോഴും നമ്മൾ പറയും ഇങ്ങനെ ചുറ്റുമൊക്കെ ഒത്തിരി മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക? ദൈവം എവിടെയാണ്? ദൈവം തന്നെ ഇങ്ങനെ പതുക്കെ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുക, അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിരൽ ഭൂമി സജീവമാണ്. തിന്മയുടെ ഇടങ്ങളിലെന്ന് കരുതപ്പെടുന്ന ഇടങ്ങളിൽ പോലും ദൈവത്തിൻ്റെ കാര്യം സജീവമാണെന്ന് പറയാനായിട്ട് ക്രിസ്തു ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ശിഷ്യന്മാർക്കെതിരായിട്ടുള്ള ആരോപണം അതായിരുന്നു, ഇവർ തിന്മയുടെ ശക്തി കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, തിന്മയുടെ ശക്തി കൊണ്ടല്ല, ഫിംഗർ ഓഫ് ഗോഡ് ഈസ് വർക്കിംഗ്. ഈ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ തിന്മയുടെയും കെട്ടകാലം എന്നൊക്കെ നമ്മൾ കരുതുമ്പോൾ പോലും പതുക്കെ ഇങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്.
അതുകൊണ്ടൊക്കെയാണ് പൗലോസ് പറയുന്ന ഈ വാക്കിനകത്ത് നല്ല ഉറപ്പുണ്ടാവണം. റോമയുടെ കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 28-ാം വാക്യം, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിച്ചു. നന്മയെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരവും കുഞ്ഞിന് മെഡിക്കൽ എൻട്രൻസ് അഡ്മിഷൻ കിട്ടുകയും നല്ല ആരോഗ്യമൊക്കെ ആണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട്. നന്മയെന്നൊക്കെ പറയുന്നത് ഇത്തിരി ഇടത്തിന് കിട്ടേണ്ട ഒരു പ്രകാശം. ആ ഇത്തിരി ഇടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് ദൈവം പതുക്കെ പതുക്കെ എല്ലാം നന്മയാക്കിക്കൊണ്ടിരിക്കുക. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിച്ചു. ഉള്ളിൽ ശുഭാപ്തി, പ്രതീക്ഷ നിലനിർത്താമെന്ന് മാത്രമല്ല ക്രിസ്തീയ ധർമ്മം, ഈ ശുഭാപ്തി നിലനിർത്താനായിട്ട് മറ്റുള്ളവരെ സഹായിക്കുകയും വേണം. ഭൂമിയുടെ ശുഭാപ്തി നിലനിർത്തുന്നതിനകത്ത് നിങ്ങൾ എന്ത് കൈസഹായം ചെയ്യുന്നുണ്ട്? അർത്ഥപൂർണമായ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴൊരാളുടെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് തൻ്റെ ചുറ്റുമുള്ള പരിസരത്തിലേക്ക് അയാൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ കൈമാറുമ്പോഴാണ്. വളരെ പ്രശസ്തമായ കഥയുണ്ടല്ലോ നമുക്ക്, ഓ ഹെൻറിയുടെ. മിക്കവാറും എല്ലാവർക്കും തന്നെ പരിചയമുള്ള കഥയാണ്. ഇങ്ങനെ ഒരു രോഗിണിയായൊരു പെൺകുട്ടി പുറത്തൊരു ഇങ്ങനെ വിഷത്തിൻ്റെ ഇല എണ്ണിക്കൊണ്ടിരിക്കുക. അതിനകത്ത് അവസാനത്തെ ഇലയും കൊഴിയും നന്ന് താൻ മരിച്ചു പോകുന്ന എങ്ങനെ അവൾക്കൊരു സങ്കല്പം ഉണ്ടായി. അങ്ങനെ ഓരോ ദിവസവും പ്രഭാതത്തിൽ ഇവൾ നോക്കും, നാളെ ആവട്ടെ ഇനി ഒരൊറ്റ ഇല മാത്രമേ ഉള്ളൂ. ഇവൾ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, നാളെ പ്രഭാതത്തിൽ നോക്കും ഈ ഇലയും കാണില്ല, എനിക്ക് ജീവിക്കാനായിട്ട് ഒന്നുമില്ല. അതിൽ പിറ്റേന്ന് രാത്രി മുഴുവൻ കൊടിയ കാറ്റും മഴയൊക്കെ. സ്വാഭാവികമായിട്ട് അവളുടെ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ട് ഈ ഇല നിശ്ചയമായിട്ടും ഇന്നലെ രാത്രി അടന്നു പോയിട്ടുണ്ട്, അവിടെ ഇവൾക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. പക്ഷെ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഇല നിപ്പുണ്ട്, ഒരു കാറ്റിനും മഴയ്ക്ക് നശിപ്പിക്കാനാവാത്ത വിധത്തിൽ പിറ്റേന്നും അത് നിപ്പുണ്ട്. ഇവൾ വിചാരിക്കുകയാണ് ഈ ഇല ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ട്. അത് അവളുടെ ആ ഒരു ജീവിത വ്യാപാരത്തെ, ജീവിതത്തിൻ്റെ സൗഖ്യത്തിലേക്കുള്ള ഗതിയൊക്കെ വളരെ വേഗതയിലാക്കി. അവൾ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്നു. പക്ഷെ ഇതിനിടയിൽ ഒരു കാര്യം കൂടി മനസ്സിലായി. ഇങ്ങനെ കുറേ ചിത്രകാരന്മാർ വസിക്കുന്ന ഒരു തെരുവാണത്. അതിനകത്ത് വയോധികനായ ഒരു ചിത്രകാരൻ, കാര്യമായിട്ടൊരു ചിത്രവും ചെയ്തിട്ടില്ലാത്ത, എന്നാൽ എന്തെങ്കിലും ഒരിക്കൽ താൻ്റെ ചിത്രം വരക്കുമെന്ന് ഇങ്ങനെ വമ്പ് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു ചിത്രകാരൻ ഈ കൊടിയ ന്യൂമോണിയ കൊണ്ട് മരിച്ചു. അതിന് കാരണമായിട്ട് പിന്നീട് മനസ്സിലാക്കിയതാണ്, ഈ കോരിച്ചൊരിയണ മഴയത്ത് ഇയാളുടെ മാസ്റ്റർ പീസ് വരയ്ക്കുകയായിരുന്നു. ഒരു ഏണിയൊക്കെ വെച്ചിട്ട് ആ വൃക്ഷത്തിൽ ചെന്നിട്ട് ഒരു പച്ചില വരച്ചു വെച്ചു. അയാൾ വരച്ച പടം ഒടുവിലത്തേല. അപ്പം ഇത്തരം ചില മനുഷ്യരുണ്ട്, ഇങ്ങനെ ഭൂമിയുടെ പ്രതീക്ഷയെ നിലനിർത്താൻ വേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്യുന്നവർ, തങ്ങളുടെ ജീവിതത്തിൻ്റെ സമയം വ്യയം ചെയ്യുന്നവർ, എന്തിന് ജീവൻ തന്നെ കൊടുക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഈ പ്രതീക്ഷയെ നിലനിർത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു വർത്തമാനകാല അനുഭവം പറഞ്ഞിട്ട് ഞാൻ ഈ വിചാരത്തെ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ ബോട്ട്, ആ ബോട്ടിനെ കപ്പലിടിക്കുന്നു, ജ്യേഷ്ഠൻ കൊല്ലപ്പെടുന്നു, അനുജന് ഇങ്ങനെ വെള്ളത്തിൽ പോകാൻ പിന്നെ പേടിയായി. കടലിൽ പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കടലോരത്തോട് വസിക്കുക? ഒരു 4-5 മാസമായിട്ട് ഇങ്ങനെ വെള്ളത്തിറങ്ങാനായിട്ട് അയാൾക്ക് പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ വ്യക്തിയുടെ അടുപ്പോ പരിചയമില്ലാത്തൊരു വ്യക്തി ഒരു ബോട്ട് എടുക്കുക. എന്നിട്ട് ആ ബോട്ട് എടുത്തിട്ട് പറയുകയാണ്, ഈ ബോട്ട് ഞാൻ വെള്ളത്തിൽ ഇറക്കുന്നത് നീ ഇതിനകത്ത് ശ്രാങ്ക് പണിക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ, നീ വന്നാൽ ഞാൻ ഈ ബോട്ട് ഇറക്കാം. അങ്ങനെ ഒരു 6-7 മാസമായിട്ട് ഇങ്ങനെ കടലിനെ ഭയപ്പെട്ട് തൻ്റെ വീടിനകത്ത് ഇങ്ങനെ ഗർഭപാത്രത്തിലിരിക്കുന്ന കണക്ക് ഇരിക്കുന്ന ഒരു മനുഷ്യനെ പതുക്കെ അയാൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതൊക്കെയാണ് കൃത്യമായ ക്രിസ്ത്യൻ എക്സിസ്റ്റൻസ്. സ്വയം പ്രതീക്ഷ നിലനിർത്തുക, അവൻ്റെ പ്രതീക്ഷയെ സഹായിക്കുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു കൈസഹായം കൊടുക്കുക. ഒരിലെയെങ്കിലും വരക്കാതെ കടന്നു പോകുന്നവരുടെ കാര്യം എത്ര കഷ്ടമാണ്. അപ്പോൾ കണ്ട ആ ചിന്തകളെ ഇങ്ങനെ ക്രോഡീകരിക്കാം. നിലനിൽക്കുന്നത് 3 കാര്യങ്ങളാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസവും സ്നേഹവും കൂടിയാണ് പ്രത്യാശ എന്ന് പറയുന്ന പൂവിന് സുഗന്ധം കൊടുക്കുന്നത്, മധുരം. പ്രത്യാശ എന്ന് പറയുന്ന പഴത്തിന് മധുരം കൊടുക്കുന്നത്. ദൈവമേ, ഭൂമി കുറെ കൂടി സ്വപ്നം കാണുന്നവരെ ഭൂമി ആവട്ടെ. ആമേൻ. ജീവിതം പ്രഭാമയം സന്നിധാനം